ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. കോടതിയിലേക്ക് പോകാനായി ഒരുങ്ങി നിൽക്കുകയാണ് വസുന്ധരയും മറ്റുള്ളവരും. അല്ല, ശ്യാമ എവിടെയെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ശ്യാമ കണ്ണനോട് പ്രാർത്ഥിക്കുകയാണെന്ന് അമൃത പറയുന്നു. അങ്ങനെ ശ്യാമ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വസുന്ധര പറയുകയാണ്, കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ, അപ്പോൾ വിജയം എന്താണെങ്കിലും നമുക്ക് തന്നെ. അങ്ങനെ അശ്വതിയോടും ശ്രീകുട്ടിയോടും അമൃതയോടും യാത്ര പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം കോടതിയിലേക്ക് തിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ്. ഐശ്വര്യയെ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു മാറ്റിയ ദിവസം രാവിലെ ഐശ്വര്യ വീട്ടിലുണ്ടായിരുന്നോ എന്ന് വക്കീല് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നെന്ന് ഐശ്വര്യ പറയുന്നു. ഐശ്വര്യയാണോ വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു മാറ്റിയതെന്ന് വക്കീല് ചോദിക്കുമ്പോൾ അല്ലെന്ന് ഐശ്വര്യ പറയുകയാണ്. പക്ഷേ CCTVയിൽ ഐശ്വര്യ നന്നായി തന്നെ കാണുന്നുണ്ടല്ലോ. എന്താണെങ്കിലും സത്യം പറയാൻ വക്കീൽ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അത് പിന്നെ ഞാൻ രാവിലെ ആ കാറിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് കിട്ടുന്നില്ലായിരുന്നു. തുടർന്ന് ഞാൻ വർക്ക്ഷോപ്പിൽ നിന്നും മെക്കാനിക്കിനെ വിളിപ്പിച്ചതാണ് നന്നാക്കാൻ. പിന്നീട് എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ലെന്നും ഐശ്വര്യ പറയുന്നു. ഇത് കേൾക്കുന്ന വക്കീല് മെക്കാനിക്കിനെ വിളിക്കുകയാണ്. തുടർന്ന് മെക്കാനിക്കും തൻ്റെ ഒരു കയ്യബദ്ധമാണെന്നും അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല താൻ അങ്ങനെ ചെയ്തതെന്നും ഒക്കെ തന്നെ പറയുകയാണ്. തുടർന്ന് ഐശ്വര്യയുടെ വക്കീല് പറയുകയാണ്, കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ കക്ഷി ഐശ്വര്യ മാനസികമായും ശാരീരികമായും ആനന്ദ നിലയത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കക്ഷി ഐശ്വര്യ ഒഴിവാക്കി തൻ്റെ മകൻ അരുണിനെ കൊണ്ട് മറ്റൊരു വിവാഹം ചെയ്യിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വസുന്ധര. അതിന് കൂട്ടായി ഇളയ മരുമകൾ ശ്യാമയുമുണ്ട്. എൻ്റെ കക്ഷിക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഞാനിവിടെ വാദിക്കുന്നെന്നും വക്കീല് പറയുന്നു. ഓരോ നിമിഷവും ഭയത്തോടെയാണ് എൻ്റെ കക്ഷി ആനന്ദ നിലയത്തിൽ കഴിയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. അതേസമയം ചിരിച്ചുകൊണ്ട് ഐശ്വര്യ എല്ലാവരെയും നോക്കുന്നു. തുടർന്ന് വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം ജഡ്ജി പറയുകയാണ്, ഐശ്വര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഐശ്വര്യ കുറ്റക്കാരിയല്ലെന്ന് കോടതി പ്രഖ്യാപിക്കുന്നു. കൂടാതെ ആനന്ദ നിലയത്തിലുള്ള എല്ലാവരും ഐശ്വര്യയുമായി സൗഹൃദപരമായി തന്നെ മുന്നോട്ടു പോകണമെന്നും കോടതി കൽപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഐശ്വര്യ സന്തോഷത്തോടെ വക്കീലിനെ നോക്കുകയാണ്. തുടർന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇനി കള്ളസാക്ഷി പറഞ്ഞതിന് ഈ മെക്കാനിക്കിന് പണം കൊടുക്കണ്ടേ? ശ്യാമയുടെ കയ്യിൽ നിന്നും തന്നെ അത് വാങ്ങിക്കൊടുക്കാമെന്നും ഐശ്വര്യ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. കേസ് ജയിച്ച് വസുന്ധരയും മറ്റുള്ളവരും വരുന്നത് കാത്തു നിൽക്കുകയാണ് അശ്വതി. അതേസമയം വിഷമിച്ച മനസ്സുമായി അങ്ങോട്ടേക്ക് എല്ലാവരും വരുന്നു. കേസ് ജയിച്ചല്ലോ അല്ലേ അമ്മയെന്ന് അശ്വതി വസുന്ധരയോട് ചോദിക്കുമ്പോൾ ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ്. നീ എന്ത് കരുതി? ഒരു ബ്രേക്ക് അഴിച്ചു വിട്ടെന്ന് കരുതി ഞാൻ സെൻട്രൽ ജയിലിൽ പോകുമെന്നോ? ഐശ്വര്യ അങ്ങനെ ആരെക്കൊണ്ടും തോൽപ്പിക്കാനൊന്നും ആകില്ല. തോറ്റതേ ദേ നിന്റെ ഈ നിൽക്കുന്ന ശ്യാമയാണെന്നും ഐശ്വര്യ കളിയാക്കിക്കൊണ്ട് പറയുന്നു. അങ്ങനെ അവിടെയുള്ള ഓരോരുത്തരെയും പരിഹസിക്കുകയാണ് ഐശ്വര്യ. എല്ലാവരും ഐശ്വര്യയ്ക്ക് മുന്നിൽ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിൽക്കുന്നു. തുടർന്ന് ഐശ്വര്യ ശ്യാമയെ വെല്ലുവിളിക്കുകയാണ്. നീ എപ്പോഴും പറയുമല്ലോ നിന്റെ കണ്ണനെന്ന്. എന്നിട്ടെന്താ നിന്റെ കണ്ണൻ കോടതിയിൽ വന്നില്ലേ? നീ കേസ് തോറ്റുപോയല്ലോ. ഞാനിപ്പോൾ നിന്നെ വെല്ലുവിളിക്കുകയാണ്. നിന്റെ കണ്ണൻ ശരിക്കുമുണ്ടെങ്കിലേ ഈ കേസൊന്ന് ജയിച്ച് കാണിച്ചതാ. നീ വേണമെങ്കിൽ അപ്പീൽ കൊടുക്ക് മേൽക്കോടതിയിലേക്ക് എന്നൊക്കെ പറഞ്ഞ ഐശ്വര്യ ശ്യാമയെ കളിയാക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, നിങ്ങൾ എൻ്റെ വിശ്വാസത്തെ പരിഹസിക്കാൻ ശ്രമിക്കണ്ട. ഈ കേസ് മാത്രമല്ല, നിങ്ങളും അരുണേട്ടനുമായിട്ടുള്ള ഡിവോഴ്സിന്റെ കേസും ജയിച്ച് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിന് ഞാൻ സമ്മതിച്ചാലല്ലേ ഡിവോഴ്സ് നടക്കൂ എന്ന് ഐശ്വര്യ പറയുമ്പോൾ നിങ്ങൾ ഡിവോഴ്സിന് സമ്മതിക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്നും നിങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അശ്വതി ചേച്ചിയുടെയും അരുണേട്ടൻ്റെയും വിവാഹവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും ശ്യാമ ഐശ്വര്യയെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഐശ്വര്യ അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുന്ന ശ്യാമയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.